morning, dear friends, and welcome to the history class of complementary paper Modern Indian History 1857 to the present. The first module deals mainly with the establishment and consolidation of English Empire in India. Actually, the English East India Company was founded in England on 31st December 1600 as per a royal charter as a joint stock company trading with the East. It was given the monopoly of trade with the East, including India. It was even permitted to carry bullion out of the country to finance the trade in the East. 1600 ഇംഗ്ലണ്ടിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. തുടർന്ന് കിഴക്കുമായുള്ള ഇന്ത്യ ഉൾപ്പെടുന്ന കിഴക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള കിഴക്കൻ പ്രദേശങ്ങളുമായിട്ടുള്ള കച്ചവടത്തിലുള്ള കുത്തക ഈ കമ്പനിക്ക് നൽകുകയാണ്. മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്ക്, ഇംഗ്ലണ്ടിന് പുറത്തേക്ക് ബുള്ളിയൻ കൊണ്ടുപോകുന്നതിനും കച്ചവടത്തിന് വേണ്ടുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനിവാര്യമായ ബുള്ളിയൻ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പെർമിഷൻ വരെ ഈ ചാർട്ടർ പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടത്തിന് പോകുന്ന പ്രദേശങ്ങളിൽ കൊളോണികൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ എംപയർ ഫോം ചെയ്യുന്നതിനോ ആവശ്യമായ രാഷ്ട്രീയ അധികാരം പിടിച്ചടക്കുന്നതിനുള്ള യാതൊരു അംഗീകാരവും അനുമതിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകപ്പെട്ടിരുന്നില്ല. ഇന്ത്യയിൽ 1613 യഥാർത്ഥത്തിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു റോയൽ ഫെർമാൻ വഴി മുഗൾ എംപറർ അനുമതി നൽകുകയാണ്. മാത്രമല്ല ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിനകത്ത്, മുഗൾ സാമ്രാജ്യത്തിനകത്ത് ഫാക്ടറികൾ, വെയർഹൗസസ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുന്നുണ്ട്. അപ്രകാരം സൂററ്റിലാണ് ആദ്യത്തെ ഫാക്ടറി ആരംഭിക്കുന്നത്. 1617 ജഹാംഗീർ, മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് സർ തോമസ് റോയെ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല കമ്പനിക്ക് അതേ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ വ്യാപാരം മറ്റ് പ്രദേശങ്ങളിലേക്ക്, ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള അനുമതിയും നൽകപ്പെട്ടു. അപ്രകാരം ബോംബെ, കൽക്കത്ത, മദ്രാസ് പ്രവിശ്യകളിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീനവും വ്യാപാര ബന്ധങ്ങളും വ്യാപിപ്പിക്കുകയാണ് ഉണ്ടാകുന്നത്. തുടർന്ന് 1690 ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ ഒരു ഫർമാൻ വഴി ബംഗാളിൽ ഫ്രീ ട്രേഡ് നടത്തുന്നതിനുള്ള പെർമിഷൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുന്നുണ്ട്. പകരം 3000 രൂപ വാർഷിക ഫീ ആണ് ആ കമ്പനിക്ക് മുകളിൽ ചുമത്തിയിരുന്നത്. 3000 രൂപയുടെ വാർഷിക ഫീയുടെ മുകളിൽ കമ്പനിക്ക് ബംഗാളിൽ ഫ്രീ ട്രേഡ് നടത്തുന്നതിനുള്ള പെർമിഷൻ ഔറംഗസേബ് ഫറൂഖ് അദ്ദേഹത്തിൻ്റെ ഒരു ഫർമാൻ വഴി, റോയൽ ഫർമാൻ വഴി നൽകുകയാണ്. 1717 ഫറൂഖ് സിയാർ കമ്പനിക്ക് ഒരു ഫർമാൻ വഴി ഫ്രീ ട്രേഡ് നടത്തുന്നതിനും മാത്രമല്ല കൊൽക്കത്തയ്ക്ക് ചുറ്റും 38 ഗ്രാമങ്ങൾ അവർക്ക് നൽകുന്നതിനും റെൻ്റ് ചെയ്യുന്നതിനും തീരുമാനം എടുത്തു. മാത്രമല്ല റോയൽ മിൻറ്റ്, നാണയം അടിക്കുന്നതിനുള്ള റോയൽ മിൻറ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയും ഇദ്ദേഹം നൽകുന്നുണ്ട്. ഫറൂഖ് സിയാർ 1717 നൽകുന്നുണ്ട്.
എന്നാൽ ഇങ്ങനെയുള്ള കച്ചവടവുമായിട്ടുള്ള വ്യാപനം ഒക്കെ നടന്നിരുന്നെങ്കിലും 18-ാം നൂറ്റാണ്ട് വരെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ, പൊളിറ്റിക്കൽ ആസ്പിരേഷൻ ഇന്ത്യയിൽ അവർ പ്രകടിപ്പിക്കുന്നില്ല 18-ാം നൂറ്റാണ്ട് വരെ. തുടർന്ന് നമുക്കറിയാം ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാറൊക്കെ വഴിയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ പൊളിറ്റിക്കൽ ഡോമിനേഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്കോളേഴ്സും, കമ്പനിയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ സ്കോളേഴ്സും ഇന്ത്യയെക്കുറിച്ച് വ്യാപകമായി പഠനങ്ങളിൽ ഏർപ്പെടുകയും ഒരു ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുകയും അതേ തുടർന്ന് ഒരു തരത്തിലുള്ള ഒരു പെറ്റേണലിസമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡേറ്ററീസ് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മീഡിയേഷനിൽ അല്ലെങ്കിൽ അവരെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഭരണമാണ്, അവരുടെ അംഗീകരിച്ചു കൊണ്ടുള്ള നയങ്ങളാണ്, അവരുടെ മീഡിയേഷനിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് രീതിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ നടത്തിയിരുന്നത്. എന്നാൽ തുടർന്ന് കോൺവാലിസിൻ്റെ കാലഘട്ടമാകുമ്പോൾ അദ്ദേഹം തൻ്റെ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് വഴി ഈ നികുതി പിരിവിനും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സിസ്റ്റം രൂപീകരിക്കുകയാണ്. സ്വതന്ത്രമായ ഒരു സിസ്റ്റം അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ധാരണയനുസരിച്ച് ഇങ്ങനെ ഒരു ലോ, റൂൾ ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴി ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വലായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി നൽകുന്നതിലൂടെ ഒരു തരത്തിലുള്ള ലിബറേഷൻ സാധ്യമാകുമെന്നും പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷനിൽ നിന്നും കസ്റ്റംസിൽ നിന്നും ഒക്കെ ഉള്ള ഒരു മോചനം ആളുകൾക്ക് സാധ്യമാകും. ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള റൈറ്റ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളോട് കൂടിയ ഒരു ഒരു വ്യക്തിത്വ രൂപീകരണത്തോട് സ്വതന്ത്രമായ വ്യക്തി രൂപീകരണത്തോടുകൂടി ഈ കസ്റ്റംസിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും ആളുകൾ മുക്തരാകും എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഈ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആരംഭിക്കുന്നത്. അതനുസരിച്ച് ബംഗാളിൽ ജമീന്ദാരി സംവിധാനമാണ് ഏർപ്പെടുന്നത്. ഈ ജമീന്ദാർ വഴി ഉള്ള ഒരു ജമീന്ദാരി സിസ്റ്റം വഴി റവന്യൂ അഡ്മിനിസ്ട്രേഷനിൽ ഒരു വ്യക്തമായ നയരൂപീകരണം അദ്ദേഹം നടത്തുന്നുണ്ട്. എന്നാൽ ഈ മറ്റു പ്രദേശങ്ങളിൽ മദ്രാസിലും അതുപോലെയുള്ള പടിഞ്ഞാറൻ പ്രവിശ്യകളിലും ബോംബെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പ്രവിശ്യകളിലൊന്നും ഈ തരത്തിലുള്ള ഈ ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയാൽ മതിയാകില്ല എന്നും ആ ജമീന്ദാരി സമ്പ്രദായം ആക്ച്വൽ ബ്രിട്ടീഷ് എംപയറിൻ്റെ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ നടത്താൻ ഈ ജമീന്ദാരി സമ്പ്രദായം ഇൻസഫിഷ്യൻ്റാണ് എന്ന് മനസ്സിലാക്കിയ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പ്രത്യേകിച്ചും തോമസ് മൺറോ, അദ്ദേഹം മദ്രാസിൽ തോമസ് മൺറോയുടെ നേതൃത്വത്തിൽ ഈ ജമീന്ദാരി സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഈ നടപ്പിലാക്കിയ പെർമനൻ്റ് സെറ്റിൽമെൻറ്റിന് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും അദ്ദേഹം മദ്രാസിൽ റൈറ്റ് വാരി എന്ന പേരുള്ള കർഷകരെ അംഗീകരിച്ചുകൊണ്ട്, കർഷകരെ റയത്ത് വാക്കിൻ്റെ അർത്ഥം കർഷകർ എന്നാണ്, കർഷകരെ നേരിട്ട് ഉടമകളായി അംഗീകരിച്ചുകൊണ്ടുള്ള ഭൂമിയുടെ ലാൻഡിൻ്റെ ഓണറായിട്ട് കർഷകരെ അംഗീകരിച്ചുകൊണ്ടുള്ള, അതായത് മീഡിയേഷൻസ് മാറ്റി നിർത്തിക്കൊണ്ട് കർഷകരെ നേരിട്ട് ഇടപെടുന്ന, സ്റ്റേറ്റും കർഷകരും തമ്മിൽ നേരിട്ട് ഇടപാട് നടത്തുക എന്ന രീതിയിൽ റൈറ്റ് വാരി സമ്പ്രദായമാണ് അദ്ദേഹം തോമസ് മൺറോ മദ്രാസിൽ നടപ്പിലാക്കുന്നത്. ഈ സമ്പ്രദായത്തെ മൺറോ സിസ്റ്റം അല്ലെങ്കിൽ റൈറ്റ് വാരി സിസ്റ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഇതനുസരിച്ച് ടാക്സ് മസ്റ്റ് ബി നേരിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുക, ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് നേരിട്ട് കർഷകരിൽ നിന്ന് നികുതി പിരിക്കുക എന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നടപ്പിലാക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് അതിനു മുമ്പ് ഇവിടെ ഈ മലബാറിലൊക്കെ ഉണ്ടായിരുന്ന ടിപ്പുവിൻ്റെ ഒക്കെ ഒരു നയം നേരിട്ട് അതുപോലെ തന്നെ സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായെന്നുള്ള ആക്ഷേപമുണ്ട്. ഈ ബ്രിട്ടീഷുകാർ നേരിട്ട് ടിപ്പു ഏർപ്പെടുത്തിയിരുന്ന നികുതി പരിഷ്കാരം
ത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ ഇവിടെ ഒരു റവന്യൂ സിസ്റ്റം അദ്ദേഹം ഇവിടെ ഫോളോ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്നാണ് ഉള്ള ആക്ഷേപം ഉണ്ട്. എന്തായാലും ഈ നയം വഴി കർഷകരെ സംബന്ധിച്ച് ഒരു വലിയ ബേർഡൻ അവരുടെ മേൽ വരികയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ബേർഡൻ ഈ മൺട്രോയുടെ സിസ്റ്റം നടപ്പിലാക്കിയതിനെ തുടർന്നാണ് മലബാറിലും മറ്റ് പ്രദേശങ്ങളിലും വ്യാപകമായ കാർഷിക കലാപങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ തുടർന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയും നടപ്പിലാക്കിയത്. ഇതനുസരിച്ച് പിന്നീട് വില്യം ലോഗൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഏറ്റവും ക്രൂരമായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഇതെന്നും ഇത് കർഷകരുടെ മേൽ അത്രയും ഭാരം നേരിട്ട് ഏൽപ്പിക്കുന്ന ഒരു നികുതി പരിഷ്കാരമായിരുന്നു മൺട്രോയുടെ നികുതി പരിഷ്കാരം എന്ന് അദ്ദേഹത്തിൻ്റെ റേറ്റ് വാരി സമ്പ്രദായം ഉൾപ്പെടെയുള്ള മലബാറിലും മറ്റു പ്രദേശങ്ങളിലും നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ എന്ന റിപ്പോർട്ട് ബ്രിട്ടീഷുകാർ തന്നെ പിന്നീട് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ മൺട്രോ നടപ്പിലാക്കിയ റേറ്റ് വാരി പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൺട്രോ ശിഷ്യന്മാരായിരുന്ന എൽഫിൻസ്റ്റൺ പോലുള്ള ബ്രിട്ടീഷുകാർ അതേ സിസ്റ്റത്തിൻ്റെ വക്താക്കളായിരുന്നു. മാത്രമല്ല ഇതേ തുടർന്ന് ബോംബെ പ്രവിശ്യയിലെ മഹൽവാരി എന്ന ഒരു അഡാപ്റ്റഡ് ഫോം ഓഫ് റേറ്റ് വാരിയാണ് നടപ്പിലാക്കുന്നത്. അങ്ങനെ ഒരു അഡാപ്റ്റഡ് ഫോം അതിൻ്റെ ഒരു മറ്റൊരു വകഭേദമായ മഹൽവാരി സമ്പ്രദായം ആണ് ബോംബെ പ്രവിശ്യയിൽ നടപ്പിലാക്കുന്നത്. വില്ലേജുകൾ അല്ലെങ്കിൽ എസ്റ്റേറ്റുകൾ എന്നൊക്കെ വിളിക്കാവുന്ന മഹല്ലകളുമായി നേരിട്ട് കരാറിലേർപ്പെടുന്ന ഒരു സമ്പ്രദായമായിരുന്നു മഹൽവാരി സമ്പ്രദായം. ഇത് ജമീന്ദാരിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അതോടൊപ്പം തന്നെ കർഷകരുമായിട്ട് നേരിട്ടുള്ള ഒരു ഇടപെടൽ, അതായത് ഓരോ എസ്റ്റേറ്റുകളുമായിട്ട് നേരിട്ട് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നേരിട്ട് ഇടപാടിലെത്തുന്ന നികുതി കളക്ട് ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് മഹൽവാരിയും ഡിസൈൻ ചെയ്യപ്പെട്ടത്. ഈ രണ്ട് നയങ്ങളും റേറ്റ് വാരിയായാലും മഹൽവാരിയായാലും ബ്രിട്ടീഷ് അധികാരികൾക്ക്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്, ബ്രിട്ടീഷ് റവന്യൂ ഒഫീഷ്യൽസിന് നേരിട്ട് കർഷകരിലേക്ക് ചെല്ലുന്നതിനും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് രീതികൾ ഇവിടെ നടപ്പിലാക്കുന്നതിനും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ബ്രിട്ടീഷ് എംപയറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവിടെ വ്യാപിപ്പിക്കുന്നതിനും ഒക്കെ സഹായകമായ ഒരു സമ്പ്രദായമായിരുന്നു ഈ നടപ്പിലാക്കപ്പെട്ട റേറ്റ് വാരി, മഹൽവാരി നികുതി പരിഷ്കാരങ്ങൾ. അതുപോലെ ഇംഗ്ലണ്ടിൽ ഉണ്ടായ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ആക്ച്വലി അത് ഇംഗ്ലീഷ് കോളനികളുടെ മുകളിൽ വലിയ ഭാരമേൽപ്പിക്കുന്നുണ്ട്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികളിലേക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ കോളനികൾ അതോടുകൂടി നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നിലവിൽ ഫുഡ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കർഷകർ, അതായത് ഭക്ഷ്യവിളകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കർഷകർ അതേ തുടർന്ന് ഫാക്ടറികളിലേക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ്, കോട്ടൺ ഉൾപ്പെടെയുള്ള റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നിർബന്ധിതരാവുകയും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാണ്യവിളകൾ കർഷകരുടെ പ്രോഡക്റ്റുകൾ നേരിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഇംഗ്ലീഷുകാരുമായിട്ട് മാത്രം വ്യാപാരം നടപ്പിലാക്കുന്ന രീതിയിലുള്ള നിയമപരിഷ്കാരങ്ങൾ ഇവിടെ കൊണ്ടുവരികയുണ്ടായി. മാത്രമല്ല ഇവിടുന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് കൊണ്ടുപോകുന്ന റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് ഈ കോളനികളിലേക്ക് തന്നെ എത്തിക്കുകയും കോളനിയിലുള്ള ആളുകൾ ഈ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ വാങ്ങാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അതായത് ഇവിടുന്ന് റോ മെറ്റീരിയൽസ്, കോളനികളിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയും അത് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഫിനിഷ്ഡ് ഗുഡ്സ് ഈ റോ മെറ്റീരിയലിൽ കൊണ്ടുപോകുന്ന, അതായത് കോളനികളിലേക്ക് തന്നെ, അതായത് ഇംഗ്ലണ്ടിൻ്റെ കീഴിലുണ്ടായിരുന്ന കോളനികളിലേക്ക് തന്നെ ഇറക്കുമതി ചെയ്യുകയും അവിടുത്തെ ആളുകൾ അത് വാങ്ങാൻ ബാധ്യസ്ഥരാവുകയും ചെയ്തു. ഈ സമ്പ്രദായം നടപ്പിലാക്കുന്നതോട് വലിയ ബർഡനാണ് ഇംഗ്ലീഷ്
കോളനികളിലേക്ക്, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവരുടെ കോളനികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത്തരം നടപ്പിലാക്കുന്നതോടുകൂടി രണ്ട് തരത്തിലുള്ള ബാങ്ക്രപ്സിയാണ്, അതായത് രണ്ട് തരത്തിലുള്ള ബാങ്ക്രപ്സിയാണ് കൊളോണിയിലുള്ള കർഷകർക്കും അതുപോലെയുള്ള പിന്നെ സാധാരണ പരമ്പരാഗത വ്യവസായങ്ങൾക്കും വരുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ കർഷകരെ സംബന്ധിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവനും ഇംഗ്ലണ്ട് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. അതോടൊപ്പം തന്നെ ആ ബാധ്യതയുള്ളപ്പോൾ തന്നെ അവർ കൊണ്ടുവരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്യുകയും അത് വാങ്ങാനും ഈ ആളുകൾ ബാധ്യസ്ഥരായിരുന്നു. അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായങ്ങൾ പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ തരത്തിലുള്ള ഒരു എക്കണോമിക് ക്രൈസിസിലേക്ക് ഇന്ത്യയിലെ കർഷകരെയും ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികളെയും തൊഴിലാളികളെയും എത്തിക്കുന്ന ഒരു സമീപനമാണ് ഇംഗ്ലണ്ട് നടപ്പിലാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള വ്യാവസായിക വളർച്ച ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. കാരണം കുറഞ്ഞ വിലയ്ക്ക് ചീപ്പായിട്ട് മെറ്റീരിയൽസ് അവരുടെ ഫാക്ടറികളിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ലഭിക്കുകയും അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന എന്ന അവസ്ഥ ഇംഗ്ലീഷ് കമ്പനികളെ സംബന്ധിച്ച് വ്യവസായികളെ സംബന്ധിച്ച് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. It was an effect of this kind of economic and revenue policies that English East India Company has exalted on India and colonies like India, that so many resistant movements were emerged in India. ഇന്ത്യയിൽ ഈ തരത്തിലുള്ള നടപ്പിലാക്കപ്പെട്ട നികുതി പരിഷ്കാരങ്ങളും വ്യാവസായിക പരിഷ്കാരങ്ങളുടെയും റെസ്പോൺസ് എന്ന തലത്തിൽ വ്യാപകമായ പ്രതിരോധങ്ങൾ ഇന്ത്യയിൽ വളർത്തുവരികയുണ്ടായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി പ്രധാനമായും അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ പരിഷ്കാരങ്ങൾ, സാമൂഹികപരമായ പരിഷ്കാരങ്ങളും ആചാരങ്ങളിലും മറ്റും പരിഷ്കാരങ്ങളുമൊക്കെ ആരംഭിക്കുന്ന അതേസമയം തന്നെ സാധാരണ ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കർഷകരും മറ്റു തൊഴിലാളികളും വ്യാവസായികളും ചെറുകിട വ്യവസായികളും കുടിൽ വ്യവസായികളും ഒക്കെ ആയിട്ടുള്ള സാധാരണ ആളുകളുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ട് നേരിടുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ ആദിവാസികളുടെയും മറ്റ് സാധാരണ വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നേരിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സന്യാസി റെബല്യൻ, ഫക്കീർ റെബല്യൻ, മലബാറിൽ ഉണ്ടായ കുറിച്യ റെബല്യൻ, ശാന്താൾ അജിറ്റേഷൻ എല്ലാം. അതുവരെയും വലിയ തോതിലുള്ള നികുതി ഭാരങ്ങളൊന്നുമില്ലാതെ അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്തും മറ്റ് തരത്തിലൊക്കെ ജീവിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പുതിയ നികുതി പരിഷ്കാരങ്ങൾ വലിയ ബാധ്യതകളാണ് ഉണ്ടാക്കുന്നത്. അത്തരം ബാധ്യതകൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇംഗ്ലണ്ടിനെതിരായി, കമ്പനിക്കെതിരായി, ഗവൺമെൻറ്റിനെതിരായി തിരിയാനുള്ള കാരണമായി. അത്തരത്തിൽ ബംഗാളിൽ ഫക്കീർമാരുടെയും അതുപോലെ സന്യാസിമാരുടെയും നേതൃത്വത്തിൽ റെബല്യൻസ് പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടാകുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വാണ്ടറിങ് ആയിട്ടുള്ള ആളുകളെയൊന്നും അഫോർഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇളവുകൾ നൽകുക എന്നുള്ളതും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ച് താല്പര്യമുണ്ടായിരുന്നില്ല, അവർക്ക് സാധ്യമായിരുന്നില്ല. അവർ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും നികുതിയും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഈ ആളുകളുടെ മുകളിലും ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഫക്കീർമാരും അവരൊക്കെ 18-19 നൂറ്റാണ്ടുകളിൽ വ്യാപകമായി പ്രതിഷേധിക്കുകയും അവർ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള, കമ്പനിക്കെതിരായിട്ടുള്ള സമരങ്ങൾ, പ്രത്യക്ഷ സമരത്തിലേക്ക് വരികയുമാണ് ഉണ്ടാകുന്നത്. പട്ട്, അതുപോലെ
ഉള്ള ചെമ്പ് മറ്റ് സ്പൈസസിലൊക്കെ വ്യാപാരം നടത്തിയിരുന്ന സന്യാസികളെ സംബന്ധിച്ച് പുതിയ നികുതി പരിഷ്കാരങ്ങൾ അവർക്ക് അസഹനീയമായിരുന്നു. അവരുടെ സ്വൈര ജീവിതത്തെ തകർക്കുന്നതായിരുന്നു. അവരുടെ വ്യാപാരവും കച്ചവടത്തെയും മറ്റ് ജീവിത രീതികളെയും തന്നെ ആഴത്തിൽ ബാധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിൽ വരികയുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫക്കീർമാർ അവർ ഒരു സൂഫി ഓർഡറിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ചും അവർക്കും ധാരാളം നികുതി ഇളവും മറ്റുമൊക്കെ അതുവരെ അനുഭവിച്ചു വരുന്ന ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ചും സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നികുതികൾ അവരുടെ മേലെ ചുമത്തപ്പെട്ട നികുതികൾ അവരെ സംബന്ധിച്ചും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ റെൻറ്റ് ഫ്രീ ആയിട്ട് നൽകപ്പെട്ടിരുന്ന ഭൂമിയുടെ മുകളിൽ നികുതി ചുമത്തിയതും അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സൗകര്യങ്ങൾ റെൻറ്റ് ഫ്രീ ആയിട്ടുള്ള അവരുടെ പൊസഷൻസിന് മുകളിൽ നികുതി ഏർപ്പെടുത്തിയതും അതുപോലെ അവരുടെ കൊമേഴ്ഷ്യലായിട്ടുള്ള കുത്തകകൾ അവസാനിപ്പിച്ചതും അവർ ചോദ്യം ചെയ്യുകയും അവർ സർക്കാരിനെതിരെ തിരിയുകയും ചെയ്തു. മാത്രമല്ല ബംഗാളിൽ ഇതേ സമയം തന്നെ ഉണ്ടായി വന്ന ഫ്ലഡും അതുപോലെ ഫാമിൻസും ക്ഷാമങ്ങൾ വരൾച്ചയും ഒക്കെ ഇവരെ ബാധിക്കുകയും ഈ വരൾച്ചയുടെ സാഹചര്യത്തിൽ ക്ഷാമത്തിൻ്റെ സാഹചര്യത്തിൽ ഈ നികുതി ഭാരങ്ങളും കൂടെ ഒരുമിച്ച് വന്നതോടുകൂടി ഈ കർഷകർ ഇവർക്കെതിരെ സർക്കാരിനെതിരെ തിരിയുകയാണ് ചെയ്യുന്നത്. ഇവർ കർഷകരും കച്ചവടക്കാരുമായിട്ടുള്ള ആളുകൾ അതുവരെ അനുഭവിച്ചിരുന്ന സൗജന്യങ്ങൾ ഇല്ലാതെയാക്കുന്നതോടുകൂടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടുതൽ നികുതി ഭാരങ്ങൾ ഏർപ്പെടുത്തുന്നതോടുകൂടി അത് ചോദ്യം ചെയ്യുകയും അവർ സർക്കാരിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റിൽ കമ്പനി സർക്കാരിനെതിരായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള സമരങ്ങളിലേക്ക് തയ്യാറായി വരികയും ചെയ്തു. അതേസമയം തന്നെ ഈ കിഴക്കൻ ബംഗാളിൽ മറ്റൊരു മൂവ്മെൻറ്റും കൂടെ വളർന്നു വരികയുണ്ടായി. അതുവരെ അവിടെ നടപ്പിലാക്കപ്പെട്ടിരുന്ന ടിപ്പു ഷായുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സൂഫി സെക്റ്റ്, ഒരു പുതിയ മതത്തിൻ്റെ ഒരു പരിഷ്കരണ പ്രസ്ഥാനം അവർ ഈ തരത്തിൽ ഭൂമിയുടെ ഉടമാവകാശം, അതായത് മതപരമായ ആചാരങ്ങൾ കുറേ പരിഷ്കാരങ്ങൾ ഒരു തരത്തിലുള്ള ഒരു വഹാബി സെക്റ്റിൽ പെടുന്ന ഒരു പരിഷ്കാരം അവരവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഭൂമിയുടെ ഉടമ എന്നുള്ളത് ദൈവമാണെന്നും ആ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് മനുഷ്യർ നിയന്ത്രിക്കുന്ന സർക്കാർ നികുതി അടിച്ചേൽപ്പിക്കുന്നത് കുറ്റകരമാണെന്നും അത് വിശ്വാസികൾ അംഗീകരിക്കേണ്ടതെന്നും ഇല്ല എന്ന തരത്തിലുള്ള ഒരു ആശയം അവർ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരു റെൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അവരുടെ സ്വാധീനത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെടും എന്നുള്ള പ്രചാരണം അവർ ജനങ്ങളോട് നടത്തുകയും ചെയ്തു. ഇത് അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കി തീർത്തു. അതായത് ബ്രിട്ടീഷുകാരുടെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന ജനങ്ങളുടെ മുമ്പിലാണ് അവർ ഇങ്ങനൊരു എക്സ്പ്ലോയിറ്റേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓഫർ ചെയ്തത്. മാത്രമല്ല അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷൻ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവർ ഈ നിലവിൽ നടപ്പിലാക്കുന്ന റെൻറ്റ് സമ്പ്രദായം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയിട്ടുള്ള റവന്യൂ പിരിക്കുന്നതിനുള്ള അവകാശം, അതുപോലെ ടാക്സേഷൻ നികുതി പരിഷ്കാരങ്ങൾ അവർക്ക് അവകാശമില്ല എന്നും ഇതെല്ലാം ഇത് ഓരോരുത്തരുടെയും പൊസഷനായിട്ട് ദൈവം ഓരോരുത്തർക്കും തന്നതാണ്, ദൈവത്തിൻ്റെതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ള എൻജോയ് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ടെന്നും അതിൻ്റെ മുകളിൽ ടാക്സ് ഏർപ്പെടുത്താനുള്ള അധികാരം മറ്റു വ്യക്തികൾക്കില്ല, അഥവാ സർക്കാരിനില്ല, കമ്പനിക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുകയും ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ ആളുകൾ സ്വാധീനിക്കപ്പെട്ടു. ഇവർ ആ തരത്തിലുള്ള പ്രീച്ചിങ് ആണ് ആ സമയത്ത് നടപ്പിലാക്കുന്നത്, ബംഗാളിൽ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ആശയം, ഒരു തരത്തിൽപ്പെട്ട ഒരു വിശ്വാസപരമായ പരിഷ്കാരങ്ങളും ആചാരപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സർക്കാരിനെതിരായ പ്രചരണങ്ങളിൽ കൂടി ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല നികുതിയുടെ ഭാരം കൂടുതലായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് അവരുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതും സ്വാഭാവികമാണ്.
എന്നാൽ ഈ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫക്കീർ മൂവ്മെൻറ്റിൻ്റെയും സന്യാസിമാരുടെ റെബല്ലിനെയും എല്ലാം കൂടുതൽ ഫോഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സപ്രസ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഈ വ്യാപകമായി വരുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ വളർന്ന് വരുന്നതിൻ്റെ ഒരു സൂചനയാണ്, തുടക്കമാണ് ഇതോടുകൂടി ഇതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മറ്റൊരു റെബല്യനാണ് സാന്താൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സാന്താൾ റെബല്യൻ. അവർ ഈ സാന്താൾ പീപ്പിൾ പ്രധാനമായിട്ടും കട്ടക്ക്, ദാൽബൂം പോലുള്ള ആ പ്രദേശങ്ങളിലാണ്, ഈസ്റ്റേൺ ഇന്ത്യയിൽ ഉള്ള ആ പ്രദേശങ്ങളിലാണ് അവർ സെറ്റിൽ ചെയ്തിരുന്നത്. അവരുടെ ഭൂമി ഈ സാന്താൾ ട്രൈബൽ കമ്മ്യൂണിറ്റി എൻജോയ് ചെയ്തിരുന്ന അവരുടെ ഭൂമി സർക്കാർ ഇടപെട്ട് മറ്റ് നോൺ സാന്താളായിട്ടുള്ള ജമീന്ദാർമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രകോപനം സൃഷ്ടിക്കുകയുണ്ടായി. സാന്താൾ ആളുകൾ അവർ സംഘടിക്കുകയും ജമീന്ദാർക്കും സർക്കാരിനുമൊക്കെ വാണിംഗ് കൊടുക്കുകയും ചെയ്തു. കൃത്യസമയത്തിനുള്ളിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവരെ ഒഴിപ്പിക്കും, ഫൂസായിട്ട് ഇവരെ ഒഴിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഇവർ സാന്താൾ സംഘടിതരായിട്ടുള്ള സാന്താൾ വിഭാഗം സർക്കാരിനെ അറിയിക്കുന്നുണ്ട്, ജമീന്ദാർമാരെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ആ ഭീഷണിയുടെ മുമ്പിലൊന്നും സർക്കാർ വഴങ്ങിയില്ല എന്നതുകൊണ്ട് തന്നെ നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള അജിറ്റേഷൻസിലേക്ക് ഈ സാന്താൾ വിഭാഗം എടുത്തു ചാടുകയുണ്ടാകുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിലുള്ള സമരത്തിലേക്ക് പ്രത്യക്ഷത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് വന്ന ഈ സാന്താൾ ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ അവരുടെ സെറ്റിൽമെൻറ്റിന് ബ്രിട്ടീഷ് സർക്കാരും അതായത് കമ്പനി സർക്കാരും ജമീന്ദാർമാരും ചേർന്നുകൊണ്ടുള്ള കൗണ്ടർ മൂവ്മെൻറ്റ് ആരംഭിക്കുകയും അവർ ഈ ഗ്രാമങ്ങൾ തീ വയ്ക്കുകയാണ് ഉണ്ടാകുന്നത്. അവരുടെ കുടിലുകളും മറ്റും തീ വയ്ക്കുകയും അത്തരത്തിലുള്ള വലിയ നാശം, ജീവനഷ്ടം, സ്വത്തിന് നഷ്ടവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ഏകദേശം 30,000 മുതൽ 50,000 വരെ 30,000 മുതൽ 50,000 വരെ ആളുകളാണ് റെബൽസാണ് ഈ റെബല്യനിൽ പങ്കെടുത്തതെന്നാണ് കണക്ക്. അതിൽ 15 മുതൽ 20,000 വരെ 15,000 മുതൽ 20,000 വരെ ആളുകൾ ഈ തീവെപ്പിലും മറ്റ് ഇവരുടെ നടപടികളിലും കൊല്ലപ്പെട്ടു എന്നാണ്. അത്രയും ഭീകരമായ ഒരു മുന്നേറ്റം, അടിച്ചമർത്തലാണ് ഈ മുന്നേറ്റത്തെ സർക്കാർ നടത്തില്ല. അതായത് സാന്താൾ റെബല്യൻ എന്ന പേരിൽ സാന്താൾമാരുടെ അജിറ്റേഷനെ, അവരുടെ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ അവർ ഏർപ്പെട്ട ഈ അജിറ്റേഷനെ വലിയ തോതിൽ മൃഗീയമായി സർക്കാർ നേരിടുകയും ഏകദേശം 20,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും റെബൽസായിട്ടുള്ള 20,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി. സമാനമായ രീതിയിൽ മലബാറിലെ വയനാട് കുറിച്യ ട്രൈബൽ വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ ഭാഗത്തുനിന്നും കമ്പനി ഗവൺമെൻറ്റിന് നേരിട്ട ഒരു പ്രതിഷേധമുണ്ട്. യഥാർത്ഥത്തിൽ കുറിച്യർ പഴശ്ശിരാജയുടെ സമരവുമായി ബന്ധപ്പെട്ട പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിലാണ് കുറിച്യരായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം കുങ്കൻ പോലുള്ള കുറിച്യരായിട്ടുള്ള ആളുകൾ അവർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും പഴശ്ശിരാജയ്ക്ക് അനുകൂലമായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. എന്നാൽ പഴശ്ശിരാജയുടെ സംഭവത്തിന് ശേഷം തികച്ചും റവന്യൂ പരിഷ്കാരങ്ങൾക്കെതിരായിട്ട് തന്നെ നേരിട്ടുള്ള ആവശ്യങ്ങളുമായി കുറിച്യരെ സർക്കാരിനെ ഏറ്റുമുട്ടുന്നുണ്ട്. 1812 കുറിച്യരുടെ കലാപം സർക്കാരിനെതിരെ തിരിയുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ചൂഷണങ്ങളും പീഡനങ്ങളും വീടുകളിലേക്കുള്ള അതിക്രമിച്ചു കിടക്കലും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കുറിച്യര് നേരിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് വരികയും 1812 നേരിട്ട് ഇവർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വക്താക്കളുമായി ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുകയും കമ്പനിക്ക് തുടക്കത്തിൽ വലിയ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. കാരണം കുറിച്യരുടെ
സമര രീതികൾ സർക്കാരിനെ സംബന്ധിച്ച് ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറിച്യരുടെ ഒളിപ്പോരിന് മുമ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പലർക്കും ജീവൻ നഷ്ടപ്പെടുകയും പട്ടാളത്തിന് വലിയ തോതിൽ ആദ്യഘട്ടത്തിൽ തിരിച്ചടി നേരിടുകയും ഉണ്ടായി. എന്നാൽ തുടർന്ന് ഈ കൂടുതൽ ബ്രിട്ടീഷ് സൈന്യത്തെ ഇറക്കുകയും അപ്രകാരം കൂടുതലായിട്ടുള്ള സൈന്യത്തെ പല ദിശയിൽ നിന്നും നേരിട്ട് ഒറ്റ ദിശയിലേക്ക് പല ഭാഗത്തു നിന്നും ഒരേ ദിശയിലേക്ക് മാർച്ച് ചെയ്യിക്കുകയും അത്തരത്തിൽ നേരിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ച് കുറിച്യർക്ക് തിരിച്ചടി നൽകാൻ, കുറിച്യ പടയാളികൾക്ക് തിരിച്ചടി നൽകാൻ കമ്പനിക്ക് സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ നഷ്ടം നേരിട്ടതിനു ശേഷം സർക്കാർ കൂടുതൽ പട്ടാളക്കാർ ഇറക്കുകയും വ്യത്യസ്ത ദിശകളിൽ നിന്നും നേരിട്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും നേരിട്ട് ഒരു ദിശയിലേക്ക് മാർച്ച് ചെയ്ത് അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലൂടെയാണ് കുറിച്യരായിട്ടുള്ള റെബൽസിനെ സർക്കാർ നേരിട്ടത്. അത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെയാണ് വലിയ നഷ്ടം നേരിട്ട സർക്കാർ കുറിച്യരുടെ റെബല്യനെ അടിച്ചമർത്തുന്നത്. ഇത്തരത്തിൽ കർഷകരും ട്രൈബൽസും കർഷക തൊഴിലാളികളും മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വ്യാപകമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരമുണ്ടായിരുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിലും കമ്പനിയുടെ സൈന്യത്തിലും മറ്റുമുള്ള ആളുകളുടെ ഇടയിലും ഇതേ ഡിസ്കണ്ടൻറ്റ് സർക്കാരിനെതിരെ വളർന്നു വരുന്നു. അതോടൊപ്പം തന്നെ മാത്രമല്ല അധികാരം നഷ്ടപ്പെട്ട പഴയ രാജാക്കന്മാരും ഭൂപ്രഭുക്കളും അവരും ബ്രിട്ടീഷ് സർക്കാരിനെതിരായി തിരിയുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ വിഭാഗം ആളുകൾ മുമ്പ് ഉണ്ടായിരുന്ന കർഷക തൊഴിലാളികളെയും മാത്രമല്ല വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഓർഗനൈസ്ഡായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ കമ്പനി സർക്കാരിനെതിരെ നടത്തിയ സമരമാണ് റിവോൾട്ട് ഓഫ് 1857 എന്നറിയപ്പെടുന്നത്. ഇതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന തരത്തിലൊക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഈ ആദ്യമായിട്ട് നടത്തുന്ന വ്യത്യസ്ത വിഭാഗം ആളുകൾ സംഘടിതരായി ഒരുമിച്ച് ഒരു നേതൃത്വത്തിന് കീഴിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായി കമ്പനി ഗവൺമെൻറ്റിനെതിരായി പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ വരുന്ന സമരമാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇത് ബ്രിട്ടീഷുകാർ പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ഒരു മൂവ്മെൻ്റ് എന്ന അർത്ഥത്തിൽ, സിപ്പാഹിമാരുടെ ഇടയിൽ വളർന്നു വന്നൊരു ലഹള എന്ന അർത്ഥത്തിൽ ചുരുക്കി സിപ്പായി ലഹള എന്നും ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യയിൽ വ്യത്യസ്ത വിഭാഗം ആളുകളുടെ ഇടയിൽ നിന്നും അവരുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് വ്യത്യസ്ത ഡിസ്കണ്ടൻ്റ് ആയിട്ടുള്ള വ്യത്യസ്ത വിഭാഗം ആളുകൾ, ഫ്യൂഡൽ രാജാക്കന്മാരും നാടുവാഴികളും പട്ടാളക്കാർ, കർഷകർ, മറ്റ് ആളുകളെല്ലാം തന്നെ രാഷ്ട്രീയമായി സംഘടിക്കുകയും അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായി സമരത്തിലേർപ്പെടുകയും അത്തരം ഒരു സമരത്തിൻ്റെ ആദ്യമായിട്ട് നടന്ന അത്തരമൊരു സമരമാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. യഥാർത്ഥത്തിൽ 1857 ജനുവരിയിൽ തന്നെ ഈ സൈന്യത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള മുറുമുറുപ്പുകൾ ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവരുടെ മേൽ ഏർപ്പെടുത്തിയ പുതിയ ജോലി ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അതേസമയം തന്നെ വളരെ മിതമായ ശമ്പളവും മറ്റുമൊക്കെ വലിയ തോതിലുള്ള മുറുമുറുപ്പുകൾ പട്ടാളക്കാർക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് 1857 പുതുതായി ഏർപ്പെടുത്തിയ എൻഫീൽഡ് കാട്രിഡ്ജസ് അതിൻ്റെ കവറിൽ ഒരു തരത്തിലുള്ള കൊഴുപ്പ് ഒരു പ്രിസർവേറ്റീവായിട്ട് വെക്കുന്ന കൊഴുപ്പ് പന്നിയുടെയും അതുപോലെ പശുവിൻ്റെയും ഒക്കെ മാംസത്തിൽ നിന്നുള്ളതാണ്
എന്ന തരത്തിലുള്ള കിംവദന്തി പ്രചരിക്കുകയുണ്ടായി. അത്തരത്തിലൊരു കിംവദന്തി വിശ്വാസികളായിട്ടുള്ള പട്ടാളക്കാരെ സംബന്ധിച്ച് അവരവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നും അവരുടെ വിശ്വാസത്തിനെ ഹനിക്കുന്നതാണെന്നും മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രോസൽറ്റൈസേഷൻ വാദങ്ങൾ അഥവാ പരിവർത്തനം, നിർബന്ധ മതപരിവർത്തനം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന മതങ്ങളെ അവഹേളിക്കുന്ന നയങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ആളുകൾ പട്ടാളക്കാർ ഇതിനെ കണ്ടത്. അതായത് തങ്ങളുടെ മതവിശ്വാസത്തെ അല്ലെങ്കിൽ പന്നി നിഷിദ്ധമായ മുസ്ലിങ്ങളായിട്ടുള്ള പട്ടാളക്കാരും അതുപോലെ പശുവിനെ ആദരവോട് കൂടുന്ന, ബഹുമാനത്തോട് കൂടുന്ന, ആരാധിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള പട്ടാളക്കാരും ഇത് അവരുടെ വിശ്വാസത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് കണ്ടത്. അത്തരം കടന്നുകയറ്റത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പട്ടാളക്കാർ പലതരത്തിലും സർക്കാരിനെ അവരുടെ ഉത്തരവുകളെ ലംഘിക്കുന്ന നിലപാടിലേക്ക് പോയി. മാത്രമല്ല ഈ തരത്തിൽ വ്യത്യസ്ത ബാരക്കുകളിലായിട്ട് സർക്കാരിനെതിരായി മുന്നേറ്റം എന്നുള്ള തരത്തിൽ ആരംഭിക്കുകയും 1857 മംഗൾ പാണ്ഡെ അദ്ദേഹത്തിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനെ വെടിവെൽക്കുകയുണ്ടായി. അതിന് വെടിവെച്ച മംഗൾ പാണ്ഡെയെ പിടികൂടുന്നതിനായി ഇറക്കിയ സർക്കാരിൻ്റെ ഉത്തരവ്, സീനിയർ ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവിനെ പാലിക്കാൻ കൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് പട്ടാളക്കാർ തയ്യാറായില്ല. ഇത് സർക്കാരിന് എതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് സർക്കാർ കണ്ടത്. മാത്രമല്ല ഇത്തരത്തിൽ ഉള്ള നിയമലംഘനങ്ങളും അനുസരണക്കേടുകളൊന്നും വെച്ചു പൊറുപ്പിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയും കമ്പനി തീരുമാനിക്കുകയും പട്ടാളക്കാരെ പിടികൂടുകയും അങ്ങനെ അവരെ കോർട്ട് മാർഷൽ ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് വലിയ തോതിലുള്ള മുറുമുറുപ്പുകൾ, വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് പട്ടാളക്കാർക്കിടയിൽ ഉണ്ടാക്കിയത്. ഈ തരത്തിൽ പ്രക്ഷോഭം വിവിധ ബാരക്കുകളിലേക്ക് വ്യാപിക്കുകയും ഈ വിവിധ പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെ മീററ്റിൽ മെയ് 10, 1857 മെയ് 10 മീററ്റിലെ ആദ്യത്തെ ബാരക്കിലെ ആദ്യത്തെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. തുടർന്ന് മറ്റ് വിവിധ ബാരക്കുകളിലേക്കും ഇത് വളർന്നു വരികയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല പട്ടാളക്കാർ ബ്രിട്ടീഷ് സർക്കാരിനെ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിൽ, ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അവർ മുഗൾ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നോമിനലായിട്ടുള്ള അധികാരത്തിലേക്കും ചുരുങ്ങിയിരുന്ന മുഗൾ രാജാവിനെ ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യൻ എംപറർ ഓഫ് ഹിന്ദുസ്ഥാനായിട്ട് അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഇന്ത്യൻ എംപററായിട്ട്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങളുടെ ലോയൽറ്റി ഈ ഇന്ത്യൻ എംപററായിട്ടുള്ള ബഹദൂർ ഷായോടാണ് എന്ന തരത്തിൽ അവർ പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ ബഹദൂർ ഷാ സഫറിനെ എംപറർ ഓഫ് ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് ഇത്തരത്തിൽ സൈന്യം, ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർ ബ്രിട്ടീഷ് സർക്കാരിനെ വെല്ലുവിളിക്കുകയും ആ തരത്തിൽ വിവിധ ബാരക്കുകളിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് മുമ്പ് സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിരുന്ന, സ്ഥാനം നഷ്ടപ്പെട്ട അവധ്, സറ്റാറ, നാഗ്പൂർ, സംബൽപൂർ, ഉദയ്പൂർ, ഝാൻസി തുടങ്ങിയ പഴയ രാജ്യങ്ങളിൽ ഫ്യൂഡൽ രാജ്യങ്ങളിൽ രാജാക്കന്മാരും കുമാരന്മാരും സർക്കാരിനെതിരായി പട്ടാളക്കാർ ബാരക്കുകളിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപത്തെ പിന്തുണയ്ക്കുകയും അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഇവർ വരികയും ചെയ്തു. നമുക്കറിയാം ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ് പോലുള്ള ആളുകൾ ഒക്കെ ഈ യുദ്ധത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായ പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത്. ഈ അത്തരത്തിൽ ചെയ്യപ്പെട്ട ഇന്ത്യൻ ഫ്യൂഡേറ്ററീസും ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരും അതുപോലെ ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരും നടത്തുന്ന യുദ്ധത്തിൽ മറ്റ് വിഭാഗം ആളുകളും
പങ്കെടുക്കാൻ ആരംഭിച്ചു. മറ്റു വിഭാഗത്തിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള യുദ്ധത്തിലേക്ക്, ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിലേക്ക് ഡിസ്കണ്ടൻ്റായിട്ടുള്ള വിവിധ വിഭാഗം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഒരു വിവിധ തരത്തിൽപ്പെട്ട വിവിധ ജനുസിൽപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ സമരമായിട്ട്, ബ്രിട്ടീഷ് വിരുദ്ധ കോളനി വിരുദ്ധ സ്വാതന്ത്ര്യ സമരമായിട്ട് ഈ 1857 കലാപം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മാറുകയാണ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് നാനാ സാഹിബ് കാൺപൂരിൽ, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗവിൽ, ബഹദൂർ ഖാൻ റോഹിൽഖണ്ഡിൽ, റാണി ലക്ഷ്മിബായി ഝാൻസിയിൽ ഒക്കെ ഈ കലാപം നടത്തുന്ന സൈനികരുടെ നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടാകുന്നു. ഈ കലാപം 1857 കലാപം സൈനികർക്കിടയിൽ നടന്നിരുന്ന വളർന്നു വന്ന മറ്റു വിവിധ ഭാഗം ആളുകളെ ഉൾച്ചേർത്ത കലാപം അടിച്ചമർത്താൻ കൂടുതൽ ശക്തരായ ബ്രിട്ടീഷുകാർക്ക് അധികം പണിപ്പെടേണ്ടി വന്നില്ല. നമുക്കറിയാം, കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കലാപത്തെ, ഈ സമരത്തെ, ഈ യുദ്ധത്തെ ബ്രിട്ടീഷുകാർ, കമ്പനി പെട്ടെന്ന് തന്നെ അടിച്ചമർത്തി. എന്നാൽ ഇതിന് വലിയ തോതിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടായിരുന്നത്. 1857 കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സിറ്റുവേഷനെ കുറിച്ച് ബ്രിട്ടനിലെ ഗവൺമെൻറ് കൂടുതൽ ജാഗ്രത പാലിക്കുകയും അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പാർലമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ബ്രിട്ടീഷ് അധികാരികൾ ഭരണകൂടത്തിന് ബാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട്, അതായത് കമ്പനിയുടെ കയ്യിൽ നിന്നും നേരിട്ട് ബ്രിട്ടീഷ് സർക്കാർ അധികാരം, ഇന്ത്യയുടെ അധികാരം ഏറ്റെടുക്കുന്ന ഒരു മുന്നേറ്റമായിട്ട് ഇത് മാറുന്നത്. അതായത് 1857 കലാപത്തെ തുടർന്ന് ഇന്ത്യയുടെ അധികാരം കമ്പനിയുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുക്കുന്നു. 1858 ഒരു റോയൽ ചാർട്ടർ വഴി, ബ്രിട്ടീഷ് രാജ്ഞി പുറപ്പെടുന്ന ഒരു ആക്ട് വഴി, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഒരു പ്രൊക്ലമേഷൻ വഴി ഇന്ത്യയുടെ അധികാരം, രാഷ്ട്രീയ അധികാരം നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ കയ്യിലാവുന്നുണ്ട്. 1857 കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ബ്രിട്ടനിലുള്ള ഗവൺമെൻറ്റിനും ഇന്ത്യയുടെ മുകളിൽ ഉത്തരവാദിത്തം ഏർപ്പെടുത്തുന്ന ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുകയും അത് ഇന്ത്യയിൽ ഗവേണൻസ്, ബെറ്റർ ഗവൺമെൻറ് ഇന്ത്യയിൽ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1858 ഒരു ആക്ട് പാസ്സാക്കി. നവംബർ 1858 മുതൽ 1858 നവംബർ 1 ഈ ആക്ട് ഒരു വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പ്രഖ്യാപനത്തോട്, ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനോടുകൂടി ആ ആക്ട് നിലവിൽ വരികയും അത്തരത്തിൽ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ അതുമുതൽ ആ ആക്ട് നടപ്പിലാവുകയും ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ടുള്ള ഒരു കോളനിയായിട്ട് മാറുകയും ചെയ്തു. അതോടൊപ്പം ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടിയ ഒരു പദവിയും ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. ഏത് രാജ്ഞിയുടെ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന ഒരു പുതിയ പോസ്റ്റ് അവിടെ സൃഷ്ടിച്ചു. മാത്രമല്ല, ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കൂടി അതോടുകൂടി വരികയാണ്. ഇന്ത്യയുടെ കാര്യങ്ങൾ ഭരണപരമായും മറ്റുമുള്ള ഇന്ത്യയിൽ നടക്കുന്ന വീഴ്ചകൾക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈ ആക്ട് വഴി ഉത്തരവാദി ആയി മാറുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജകളായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ആക്ട് വഴി 1858 റോയൽ പ്രൊക്ലമേഷൻ വഴി നടപ്പിലാക്കിയ ആക്ട് വഴി മാറുന്നു. അതായത് 1600 ആരംഭിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം 1858 വരെ തുടരുകയും 57 കലാപത്തെ തുടർന്ന് 58 വരെ, ഇത് 58 ഒരു റോയൽ പ്രൊക്ലമേഷൻ വഴി ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ നേരിട്ട് കോളനിയായി മാറുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടിലോടുകൂടിയാണ് ഇംഗ്ലീഷ്
ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചിരുന്നെങ്കിൽ തുടർന്ന് ഇംഗ്ലണ്ടിലുണ്ടാകുന്ന മാറ്റം, അതായത് കൂടുതൽ യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം കിട്ടുന്നതോടുകൂടി, അതുപോലെ കൂടുതലായിട്ടുള്ള ആംഗ്ലിസിസ്റ്റ് യൂട്ടിലിറ്റേറിയൻ നിലപാടുകൾക്ക് ഇംഗ്ലണ്ടിൽ സ്വാധീനം ഉണ്ടാകുന്നു. അതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലും കാണാൻ പറ്റും. ആദ്യത്തെ ഘട്ടത്തിൽ അവർ ഇന്ത്യയിൽ ഓറിയൻ്റൽ വിദ്യാഭ്യാസം, സംസ്കൃത വിദ്യാഭ്യാസം, മതപഠനം, മദ്രസ പഠനം ഒക്കെ നടപ്പിലാക്കി ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിൽ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ജമീന്ദാർമാരെ, ഇവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ പ്രഭുക്കളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ മുകളിൽ ആയിരുന്നു ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നെങ്കിൽ, തുടർന്ന് ഇത് പതുക്കെ മാറുകയും കൂടുതൽ ആംഗ്ലിസിസ്റ്റ് ആയിട്ടുള്ള കൂടുതൽ യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള നയങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആണ്, ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത്. കാരണം അവരുടെ അഭിപ്രായത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ അറിവുകൾ, ഇന്ത്യയിൽ ലഭ്യമായിരുന്ന സംസ്കൃതത്തിലും അറബിയിലും പേർഷ്യനിലും ഒക്കെയുള്ള ഇന്ത്യയിലുള്ള അറിവുകൾ അവരെ സംബന്ധിച്ച് വളരെ പ്രതിലോമകരവും പിന്തിരിപ്പിനുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പുതിയ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ജീവിക്കുന്നതിനാവശ്യമായ ഒരറിവും ഇന്ത്യയിലില്ല എന്നും, അത്തരത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് പുതിയ മോഡേൺ യുഗത്തിൽ ജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങളെ പ്രാപ്തരാക്കണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പുതിയ ജീവിത രീതികളുമാണ് ആവശ്യമെന്ന നയത്തിലേക്ക് അവരെത്തുന്നു. അതായത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സംസ്കൃത വിദ്യാഭ്യാസം, അതുപോലെ മദ്രസ വിദ്യാഭ്യാസം ഒക്കെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ പണം ചെലവാക്കേണ്ടതില്ല എന്നും അത് നിർത്തലാക്കണമെന്നും പകരം കൂടുതൽ ആംഗ്ലിസിസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉള്ള ക്രിസ്തു വിശ്വാസത്തിൽ അടിസ്ഥാനമായ ഒരു സമീപനമാണ് ഇവിടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതെന്നുള്ള രീതിയിലേക്ക് കമ്പനി മാറുന്നുണ്ട്. വില്യം ബെൻഡിക്ക് അദ്ദേഹം ഇന്ത്യയിൽ അധികാരം ഏറ്റെടുക്കും 1828. നമുക്കറിയാം, സതി നിർത്തലാക്കുക ഉൾപ്പെടെയുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആളാണ് വില്യം ബെൻഡിക്ക്. അദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ ആരോഹണം, അധികാരത്തിൽ അദ്ദേഹം വരുന്നതോടു കൂടിയിട്ട് വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. പിന്നീട് ലോ മെമ്പറായിട്ട് 1834 തോമസ് ബാബിങ്ടൺ മെക്കോളയെ നിയമിക്കുകയും അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ സ്വതന്ത്ര ചുമതല ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷനായിട്ട് അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ വയ്ക്കുകയും ചെയ്തു. മെക്കോളയുടെ പരിഷ്കാരമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതെന്നും ഇന്ത്യയിലുള്ള സംസ്കൃതം ഉൾപ്പെടെയുള്ള അറിവുകളും വിദ്യാഭ്യാസ രീതികളും പഴഞ്ചനാണെന്നും അതൊക്കെ പുതിയ കാലത്തിന് ഇനെഫിഷ്യൻ്റാണ്, പുതിയ കാലത്തെ നേരിടാനും പുതിയ ലോകത്തെ മനസ്സിലാക്കാനും ഇനെഫിഷ്യൻ്റ് ആണെന്നും അതെല്ലാം കൂടെ ഇന്ത്യയിൽ അറബിയിലും സംസ്കൃതത്തിലും ഒക്കെയുള്ള അറിവ് ഇംഗ്ലണ്ടിലെ ഒരു ഷെൽഫിൽ പാകമായിട്ടുള്ള ഒരു ഷെൽഫിലെ പുസ്തകത്തിൽ ഉള്ള അറിവിന് സമാനം മാത്രമാണ്. അതായത് ഇംഗ്ലണ്ടിലെ സുപ്പീരിയർ ആയിട്ടുള്ള അറിവാണ് ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും ഈ പഴഞ്ചൻ രീതികൾ, ഒരു സാമൂഹ്യ രീതികൾ മാറ്റണമെന്നും ഉള്ള വാദക്കാരനായിരുന്നു മെക്കോളെ. അദ്ദേഹം നടപ്പിലാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ മെക്കോളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന മിനിറ്റ് വഴിയാണ് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്, ഏത് തരത്തിലുള്ള നയങ്ങളാണ് ഇന്ത്യയിൽ തുടരേണ്ടത് എന്ന കൺഫ്യൂഷൻ അതോടുകൂടി മാറുകയും പൂർണ്ണമായും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണരീതി ഇന്ത്യയിൽ കമ്പനി ആരംഭിക്കുകയും ചെയ്തു 19-ാം നൂറ്റാണ്ടിൽ പകുതിയാവുമ്പോഴേക്കും. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇന്ത്യൻ പുതിയ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ കിട്ടിയ ഇന്ത്യക്കാരായിട്ടുള്ള പുതിയ മധ്യവർഗത്തിനിടയിൽ ഈ നമ്മുടെ നിലവിലുള്ള സാമൂഹ്യ രീതികളും അനാചാരങ്ങളും ഒക്കെ പരിഷ്കരിക്കണമെന്നും ഇത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്നും പുതിയ സമൂഹമായിട്ട് ഇന്ത്യയെ മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ബോധം വളരുന്നത്. അത്തരത്തിൽ ബംഗാളിൽ ബംഗാളി റിനൈസൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ബംഗാളിൽ നവോത്ഥാന മുന്നേറ്റങ്ങൾ, അതിൽ റിനൈസൻസ് ആയിരുന്നു അല്ലേ എന്നുള്ള തർക്കമുണ്ട്. പക്ഷേ ബംഗാളിൽ അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ, സാമൂഹ്യ പരിഷ്കരണങ്ങൾ, അതായത് നിലവിലുണ്ടായിരുന്ന ആചാരങ്ങളും അനാചാരങ്ങളും വിശ്വാസങ്ങളിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ബംഗാളിൽ ആരംഭിക്കുന്നു. ഇത് മറ്റു വിവിധ പ്രദേശങ്ങളിലേക്കും ഈ മുന്നേറ്റങ്ങൾ, റിനൈസൻസ് എന്ന് വിളിക്കുന്ന ഈ മുന്നേറ്റങ്ങൾ
മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 19-ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്ക് ഇന്ത്യയിൽ വിവിധ തരത്തിൽപ്പെട്ട മുന്നേറ്റങ്ങൾ, സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ബ്രഹ്മസമാജ് ഇതുപോലെ ഒരു തരത്തിലുള്ള ഒരു മോണിസം, ഒരു ഏകദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രചാരണമായിരുന്നു. അവർ നിലവിലുണ്ടായിരുന്ന പല ആചാരങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുകയും ഒരു തരത്തിലുള്ള ഒരു ബ്ലെൻഡഡ് ഫോം ഓഫ് റിലീജിയനായിട്ട് ഈ ഹിന്ദുയിസത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള പുതിയ ക്രിസ്തു മതത്തിൽ നിന്നും മറ്റും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ നവീകരിക്കപ്പെട്ട ഒരു വിശ്വാസ സംഹിതയായിട്ട് ഹിന്ദു മതത്തെ മാറ്റുകയും അത്തരത്തിൽ നവീകൃതമായ ഒരു മതമാക്കിയിട്ട് അതിനെ പുതിയ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ആ തരത്തിൽ പുതിയ സമൂഹ രൂപീകരണം ആവശ്യമാണെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പുതിയ വിദ്യാഭ്യാസം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇവരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പലതരത്തിലുള്ള അനാചാരങ്ങളെയും നിർത്തലാക്കാൻ ബ്രിട്ടീഷുകാർ മുന്നിട്ടിറങ്ങിയത്. തുടർന്ന് ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹവും ആര്യസമാജ് എന്ന് പറയുന്ന ഒരു സംഘം രൂപീകരിക്കുകയും 1875 ഒരു തരത്തിൽപ്പെട്ട ഒരു ശുദ്ധി പ്രസ്ഥാനം, ഒരു നവീകരണ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം വേദത്തിൻ്റെ ആധികാരികത മാത്രം അംഗീകരിക്കണമെന്നും വേദമാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനമെന്നും, അതായത് ഒരു ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളെപ്പോലെ ഒരു ടെക്സ്ച്വലൈസ്ഡ് റിലീജിയനായിട്ട് അദ്ദേഹം ഹിന്ദുമതത്തെയും ഇൻ്റർപ്രറ്റ് ചെയ്തു. മാത്രമല്ല വേദങ്ങളാണ് അംഗീകൃതമായ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനമെന്നും അതിനപ്പുറം ഭൂമിയിലുള്ള എല്ലാ അറിവും വേദങ്ങളിലുണ്ടെന്നും വേദത്തിനപ്പുറം ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഹിന്ദു മതത്തിൽ നിലനിൽക്കേണ്ടതില്ല എന്നും, അതായത് വേദങ്ങളാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം എന്നും അദ്ദേഹം വാദിച്ചു. അത്തരത്തിൽപ്പെട്ട വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ടെക്സ്ച്വലൈസ്ഡ് റിലീജിയനായിട്ട്, ഒരു ഗ്രന്ഥാധിഷ്ഠിത മതമായിട്ട് അദ്ദേഹം ഹിന്ദുമതത്തെ പുതിയ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹിന്ദു വിശ്വാസികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഐഡോലേറ്ററി പോലുള്ള, ബിംബാരാധന പോലുള്ള വിശ്വാസങ്ങൾ, അതുപോലുള്ള മറ്റ് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ എല്ലാം ചോദ്യം ചെയ്യുകയും അദ്ദേഹം വിഡോ റീമാരേജിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതായത് ബഹുദൈവാരാധന, ഐഡോലേറ്ററി, റിച്വലിസ്റ്റിക് റിലീജിയൻ മുതലായവയെ ചോദ്യം ചെയ്യുകയും പുതിയ തരത്തിലുള്ള വിഡോ റീമാരേജ്, വിവിധ ജാതികൾക്കിടയിലുള്ള അന്തർജാതി വിവാഹങ്ങൾ ഒക്കെ അദ്ദേഹം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് ആര്യസമാജം. ഇതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അലിഗഡ് മൂവ്മെൻറ്റ്. അലിഗഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു തരത്തിലുള്ള പരിഷ്കരണ ശ്രമമാണ് അലിഗഡ് മൂവ്മെൻറ്റ്. ഇത് അനുസരിച്ച് ആധുനികമായ വിദ്യാഭ്യാസം, അതുവരെ ആധുനിക വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മുസ്ലിങ്ങളെ പുതിയ വിദ്യാഭ്യാസം വഴി നവീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഏർപ്പെടുത്തുന്ന പുതിയ പരിഷ്കരണങ്ങളോട് അദ്ദേഹം അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം വഴി, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ വഴി മുസ്ലിങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നും അങ്ങനെ അവരുടെ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റം വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും നേടുന്നതിലൂടെയാണ് എന്ന് വാദിച്ച, സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് അവർ നൽകുന്ന ആനുകൂല്യങ്ങളിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വാദിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് അലിഗഡ് മൂവ്മെൻറ്റ്. അദ്ദേഹം അലിഗഡിൽ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിക്കുകയും പിന്നീട് അതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിച്ച സ്ഥാപകനായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹത്തിന് ധാരാളം അനുയായികളും ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള പുതിയ വിദ്യാഭ്യാസം വഴി വലിയ തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് ശ്രമിച്ച ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റാണ് അലിഗഡ് മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ സത്യശോധക് സമാജ് എന്ന നേതൃത്വത്തിൽ ജ്യോതിബായ് ഫുലെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു സംഘം രൂപീകരിക്കുകയും
സാമൂഹ്യ നീതിക്കും അതുപോലെ തുല്യതയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിലവിലുള്ള സമൂഹത്തിൽ നിലവിലുള്ള ജാതി ഉൾപ്പെടെയുള്ള ചൂഷണ ശ്രമങ്ങൾ, ചൂഷണ മാർഗങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും പിന്നെ സമത്വവും നൽകാൻ ആഹ്വാനം ചെയ്ത, സമത്വവും ലഭിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക്, ദളിതരും ശൂദ്രരുമായിട്ടുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സത്യശോധക് സമാജ് എന്ന സംഘടന ജ്യോതിബ ഫുലെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ആരംഭിച്ചു. ഇതുപോലെ അനേകം മുന്നേറ്റങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പണ്ഡിത രമാബായി സരസ്വതി എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്ത, സ്ത്രീകളുടെ ഇടയിൽ വലിയ നടന്ന മുന്നേറ്റങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ഡിത രമാബായി. അവർ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ആദ്യമായി പണ്ഡിത എന്ന ബഹുമതി ആർജിച്ച ആളാണ് പണ്ഡിത രമാബായി. അവരൊരു സംസ്കൃത സ്കോളറായിരുന്നു. അത്തരത്തിൽ സരസ്വതി പട്ടവും അവർ കയ്യിലാക്കി. അത്തരത്തിൽ വലിയ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, സ്ത്രീകളുടെ മുന്നേറ്റം സാധ്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് കാലത്തിന് മുമ്പേ പറഞ്ഞ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പണ്ഡിത രമാബായി. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനും ഹിന്ദുക്കളുടെയും ഇടയിൽ വലിയ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് ശ്രമിച്ച ആളാണ്. അത്ര ഒരു മുന്നേറ്റമായിരുന്നു രാമകൃഷ്ണ മിഷൻ പല അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുകയും പുതിയ രീതിയിൽ മതത്തെയും വിശ്വാസങ്ങളെയും സമൂഹത്തെയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും നവീകൃതമായ ഒരു സമൂഹം ഇന്ത്യക്ക് അനിവാര്യമാണെന്നും അതുവഴി മാത്രമാണ് ഇന്ത്യക്ക് മുന്നേറ്റം സാധ്യമാവുക എന്നും വാദിച്ചു. അതായത് വലിയ നിലവിൽ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആഴ്ന്നു കിടക്കുന്ന സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് ഈ മിഷൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും നേതൃത്വത്തിൽ നടന്നത്. അതുപോലെ കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും വ്യാപകമായ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പുതിയ ആഹ്വാനങ്ങളും സമരങ്ങളും ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും ആചാരങ്ങൾ ബദ്ധമായിരുന്ന, ജാതീയമായ ചൂഷണങ്ങൾ അധിഷ്ഠിതമായിരുന്ന സമൂഹത്തെ പുതിയ രീതിയിൽ നവീകരിക്കാൻ നടത്തിയ ശ്രമമാണ് നാരായണ ഗുരുവിൻ്റെ മുന്നേറ്റം. അദ്ദേഹം പിന്നീട് ആരംഭിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവും SNDP യോഗവും പിന്നീട് SNDP യോഗമായി മാറിയ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു, അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. അതായത് ബ്രാഹ്മണിസത്തിൻ്റെ, നമ്പൂതിരിമാരുടെ സമൂഹത്തിലുള്ള അപ്രമാദിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും എല്ലാവരും ഒന്നെന്നുള്ള ഒരു വാദത്തിലേക്ക് ഒരു അദ്വൈതവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനോട് കൂടി അദ്വൈതം അദ്ദേഹം പ്രചരിപ്പിച്ചു. അതായത് ഓരോ വിശ്വാസികൾ, അതായത് പിന്നെ മനുഷ്യർക്കുള്ള ജാതീയമായ വ്യത്യാസങ്ങൾ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും, അതായത് സമന്മാരാണെന്നും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ഉള്ള വാദമായിരുന്നു നാരായണ ഗുരു ഉന്നയിച്ചിരുന്നത്. അദ്ദേഹം പശുവിന് പശുത്വം എന്നതുപോലെയാണ് മനുഷ്യന് മനുഷ്യത്വം എന്ന് വാദിച്ചിരുന്ന ആളായിരുന്നു. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ധാരാളം, അതായത് അമ്പലങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന താഴേക്കിടയിലുള്ള സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ അമ്പലങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച നാരായണ ഗുരു തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും വ്യവസായശാലകളുമാണ് ആരംഭിക്കേണ്ടത് എന്ന് ആഹ്വാനം ചെയ്യുകയും തൻ്റെ ശിഷ്യരോട് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു.
മാത്രമല്ല വിദ്യാഭ്യാസത്തിലൂടെ സംഘടിതരായി സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ അദ്ദേഹം ആളുകൾക്ക് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി ജാതി ബോധം ഇല്ലാത്ത ആളുകൾ, ജാതി ബോധത്തിൽ നിന്നും ഉണർന്ന, ജാതി വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളെ മാത്രമാണ് തൻ്റെ ശിഷ്യരായിട്ട് സ്വീകരിക്കുള്ളൂ എന്നും നാരായണ ഗുരു പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ 19-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന വിവിധങ്ങളായ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളുടെ ഒരു തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം, ബ്രിട്ടീഷ് വിരുദ്ധ ചൂഷണങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായ ബ്രിട്ടീഷ് വിരുദ്ധ, സർക്കാർ വിരുദ്ധ മുന്നേറ്റം എന്ന രീതിയിൽ ഇന്ത്യക്കാരുടെ ഐക്യവും അവരുടെ സ്വത്വബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ദേശീയ സമരങ്ങളും ദേശീയ പ്രസ്ഥാനവും വളർന്നു വരികയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വിവിധ തരത്തിലുള്ള മുന്നേറ്റങ്ങളും സമരങ്ങളുമായി ബ്രിട്ടീഷുകാരുടെ അധികാരത്തെ, ഇന്ത്യക്കാരുടെ മുകളിലുള്ള ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെ ഈ ദേശീയ ബോധത്തിൽ ഊന്നി ഇന്ത്യക്കാർ ചോദ്യം ചെയ്തു. ഡിസംബറിൽ ബ്രിട്ടീഷ് സിവിൽ സർവൻ്റായിരുന്ന റിട്ടയർഡ് സിവിൽ സർവൻ്റായ A.O. ഹ്യൂമിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അതിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഭ്യസ്തവിദ്യരായ, പുതിയ വിദ്യാഭ്യാസം കിട്ടിയ, അത്തരത്തിൽ പുതിയ ജോലികൾ ചെയ്യുന്ന ഉയർന്ന വിഭാഗം ആളുകൾ, അതായത് മധ്യ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സംഘടനയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചതും വിഭാവനം ചെയ്തിരുന്നതും. ഇതിനെ ആ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സർക്കാരിനെതിരായി വളർന്നു വരുന്ന ഡിസ്കണ്ടൻറ്റിനെയും കർഷകരുടെയും മറ്റ് സാധാരണ ആളുകളുടെ ഇടയിലും വ്യാപകമാകുന്ന ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്തെ തണുപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുക എന്ന അർത്ഥത്തിൽ ആണ് ആരംഭിച്ചത് എന്നും ബ്രിട്ടീഷ് വിരുദ്ധ വികാരങ്ങളെ, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെ മുമ്പിലുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു കവചം എന്ന തരത്തിൽ, ഒരു പരിച എന്ന രീതിയിലാണ് ഈ കോൺഗ്രസിനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യക്കാരുടേതായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയ മധ്യ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സംഘടന എന്ന തലത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു എന്ന ഒരു വാദം പ്രബലമാണ്. അതിന് സേഫ്റ്റി വാൾവ് തിയറി എന്നാണ് സാധാരണഗതിയിൽ അറിയപ്പെടാറ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായ മുന്നേറ്റങ്ങളെ ചെറുത്ത് നിൽക്കുന്ന, അതായത് ഇന്ത്യൻകാരായിട്ടുള്ള ആളുകളുടെ ലീഡർഷിപ്പിൽ, പുതിയ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളുടെ ലീഡർഷിപ്പിൽ ഒരു സംഘടന ഇന്ത്യക്കാർക്കുണ്ടെങ്കിൽ, അവരുടെ പ്രതിനിധികളായി ഒരു ഇന്ത്യക്കാരുടെ ബ്രിട്ടീഷ് അനുകൂലികളോ മറ്റോ ആയിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളുടെ ഒരു സംഘടന ഉണ്ടാവുകയാണെങ്കിൽ നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള സമരങ്ങൾ പലതരത്തിൽ ലഘൂകരിക്കാൻ കഴിയും എന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു വിശ്വാസമായിരുന്നു എന്ന വാദം വളരെ പ്രബലമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഡഫറിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന, പരിചയക്കാരൻ കൂടിയായിരുന്ന, അദ്ദേഹത്തിൻ്റെ ആശ്രിതത്വത്തിലായിരുന്ന A.O. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന റിട്ടയേർഡ് സിവിൽ സർവൻ്റ്, അദ്ദേഹത്തിൻ്റെ ഇനീസിയേഷനിൽ ഇങ്ങനൊരു ഇങ്ങനൊരു സംഘടന, ഇന്ത്യൻകാരായിട്ടുള്ള ആളുകളുടെ ഒരു സംഘടന രൂപീകരിച്ചത് എന്ന വാദത്തിന് വലിയ തോതിൽ പ്രചാരത്തിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള, ഇന്ത്യക്കാരായിട്ടുള്ള ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തയ്യബ്ജി പോലുള്ള ആളുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നത്. W.C. ബാനർജി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ്. കോൺഗ്രസിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. അവർ ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതികളും പെറ്റീഷൻസും നൽകുകയും അതുവഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നും വിശ്വസിച്ചിരുന്ന
ഒരു വിഭാഗം ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം പരാതികൾ ബ്രിട്ടീഷുകാർക്ക് നൽകുകയായിരുന്നു. പക്ഷേ അതേ ഒരു പരാതികൾ പോലും അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ മോഡറേറ്റ് സെഷൻ്റെ ഈ മോഡറേറ്റ് ഫേസ് ഓഫ് കോൺഗ്രസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഇന്ത്യയിൽ വളർന്നു വന്ന സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള ദേശീയ ബോധം. അതായത് ഒരു തരത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന ചൂഷണത്തിൻ്റെ സാമ്പത്തിക വശം ആളുകളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നതായ ഒരു പല ശ്രമങ്ങൾ അവർ നടത്തുകയുണ്ട്. അതിൽ പ്രധാനമാണ് ദാദാഭായ് നവറോജി കൊണ്ടുവന്ന ഡ്രെയിൻ തിയറി. ഇവർ പല മാർഗത്തിൽ ഏത് തരത്തിലാണ് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് സമ്പത്ത് ചോരുന്നത് എന്ന് തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി. അത്തരം ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. കാരണം വലിയ തോതിൽ ഇന്ത്യയുടെ വെൽത്ത് പല മാർഗങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് ചോരുന്നു എന്നുള്ളത് അവർ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ അവർ അതിനെതിരായി, അതായത് അത്തരം ചോർച്ച തടയണമെന്നും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കണമെന്നും വാദിച്ചു. അത്തരത്തിൽ ഡ്രെയിൻ തിയറിയെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തിയ, ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെ തുറന്നു കാണിച്ച, വലിയ തോതിൽ ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുന്ന രീതിയെ തുറന്നു കാണിച്ച ഒരു ഘട്ടമാണ് ഈ ഏർലി ഫേസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള മോഡറേറ്റ് ഫേസ്. ഈ ശ്രമങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യക്കാരുടെ നേരെ ബ്രിട്ടൻ നടത്തുന്ന, ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന, ബ്രിട്ടീഷ് സർക്കാർ നടത്തുന്ന ചൂഷണങ്ങളെ തുറന്നു കാട്ടാനുള്ള തുറന്നു കാട്ടിയ ഇവരുടെ പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള വ്യാപകമായ ഇന്ത്യൻ ദേശീയബോധം, ബ്രിട്ടീഷ് വിരുദ്ധ വികാരം മധ്യ ഉപരിവർഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കിയത്. ഇന്ത്യക്കാരായിട്ടുള്ള മധ്യവർഗം പ്രത്യക്ഷ സമരത്തിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് വരാനുണ്ടായ ഒരു പ്രധാന കാരണം ഈ മോഡറേറ്റ് ഫേസ് ആയിരുന്നു. നേരിട്ട് പ്രത്യക്ഷത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ സമരങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും ഇവരുടെ പഠനങ്ങളും അവർ നടത്തിയ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കാൻ കാരണമായിട്ടുണ്ട്. തുടർന്ന് അടുത്ത ഘട്ടം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടുത്ത ഘട്ടം കുറച്ചും കൂടെ തീവ്രമായിരുന്ന, ഈ ബ്രിട്ടീഷുകാരുടെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന, ബ്രിട്ടീഷ് അധികാരത്തെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയിൽ സ്വരാജാണ് ആവശ്യം എന്ന തരത്തിൽ വാദങ്ങൾ ഉന്നയിച്ച ഒരു ഘട്ടമാണ് അടുത്ത ഫേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ, ബ്രിട്ടീഷുകാരുടെ അധികാരത്തെ ഇന്ത്യയിൽ പ്രത്യക്ഷത്തിൽ ചോദ്യം ചെയ്യുന്ന, പ്രത്യക്ഷത്തിൽ അതിനെതിരെ സമരത്തിൽ വരുന്ന ഒരു ഘട്ടമായിരുന്നു അടുത്ത സ്റ്റേജ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനികളായ തീവ്രവാദ വിഭാഗം ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ബിപിൻ ചന്ദ്രപാൽ, തിലക് പോലുള്ള ബാലഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഘട്ടം വളർന്നു വന്നത്. അതിൽ കോൺഗ്രസ് സ്വരാജാണ്, അവർക്ക് സ്വരാജിനെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും സ്വരാജാണ് ആവശ്യം. അതായത് ചിലർ ഈ ബ്രിട്ടീഷ് ഡൊമിനേഷൻ കീഴിൽ തന്നെ ഇന്ത്യക്കാർക്ക് സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം, സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം, ഭരണത്തിൽ പങ്കാളിത്തം ഒക്കെയാണ് ആവശ്യമെന്ന് വാദിച്ചപ്പോൾ ചില ആളുകൾ നേരിട്ട് ഇന്ത്യക്കാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരിൽ നിന്നും മുക്തമായ ഒരവസ്ഥയാണ് സ്വരാജ്, അതാണ് ആവശ്യമെന്ന തരത്തിൽ വാദിച്ചു. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും സ്വരാജാണ് ഇന്ത്യക്കാർക്ക് ആവശ്യമെന്നും, അതായത് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും ഇന്ത്യ മാറണമെന്നും, ഇന്ത്യക്കാർ സ്വതന്ത്രരാവണം എന്നും, ബ്രിട്ടീഷുകാരിൽ നിന്നും മുക്തരാവണം എന്നും വാദം ഈ ഘട്ടത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഘട്ടത്തിൽ വളരെ പ്രബലമായിരുന്നു. അങ്ങനെ കോൺഗ്രസ് പ്രത്യക്ഷത്തിൻ്റെ സമരത്തിലേക്ക് വരുന്നത് ഈ ഘട്ടത്തോടു കൂടിയാണ്. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു കാര്യമാണ്
ബംഗാളിൻ്റെ വിഭജനം. കേഴ്സൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബംഗാളിനെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി എന്ന പേരിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയുണ്ടായത്. അതായത് കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും എന്ന തരത്തിൽ വിഭജിക്കുന്നു. ഈ കിഴക്കൻ ബംഗാൾ കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശവുമാണ്. ഇത്തരത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണ സൗകര്യത്തിന് വേണ്ടി എന്ന പേരിൽ ഇദ്ദേഹം ബംഗാളിനെ രണ്ടായി വിഭജിക്കുകയും ആ തരത്തിൽ ഇന്ത്യയുടെ മത നിരപേക്ഷമായിരുന്ന അല്ലെങ്കിൽ മതത്തെ പരിഗണിക്കാതെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഒരുമിച്ചുള്ള ഐക്യത്തെ, ഒരുമിച്ചുള്ള ജീവിതത്തെ, ഐക്യത്തെ ചോദ്യം ചെയ്യുന്ന, അതിനെ ലംഘിക്കുന്ന ഒരു നടപടിയായിട്ട് ഈ ബംഗാളിൻ്റെ വിഭജനം മാറി. ബംഗാൾ അത്തരത്തിൽ രണ്ടായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തെ അല്ല, ഇന്ത്യൻ മനസ്സുകളെയാണ് വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ ബ്രിട്ടീഷുകാർ നിരന്തരം ഇന്ത്യയിലുള്ള ഭരണ കാലഘട്ടത്തിൽ നിരന്തരം ശ്രമിച്ച ഇത്തരത്തിലുള്ള വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഒരു നേരിട്ടുള്ള എക്സിക്യൂഷൻ ആയിരുന്നു ബംഗാളിൻ്റെ വിഭജനം. ഈ ബംഗാൾ വിഭജനത്തിനെതിരായി വളർന്നു വന്ന ഒരു മുന്നേറ്റമായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. അങ്ങനെ ബംഗാളിനെ വിഭജിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണം അല്ലെങ്കിൽ ഭരണപരമായ ഇന്ത്യൻ വിരുദ്ധത മനസ്സിലാക്കിയ ആളുകൾ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരാവണമെന്നും ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങേണ്ടതില്ലെന്നും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ബഹിഷ്കരിക്കണം എന്നും ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള ഒരു വസ്തുക്കളിലേക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന, കൂടുതൽ ഇന്ത്യനൈസ് ചെയ്യണമെന്നും വാദിക്കുന്ന മുന്നേറ്റമായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. അവർ പ്രധാനമായും ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് വസ്തുക്കളെ അവർ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരു സമര രീതിയായിരുന്നു സ്വദേശി പ്രസ്ഥാനം. ഈ ബംഗാൾ വിഭജനത്തിന് തുടർന്ന് ആ ഘട്ടത്തിൽ വളർന്നു വന്ന ഒരു മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ പാർട്ടീഷൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം എന്ന തരത്തിൽ നമുക്ക് വാദിക്കാവുന്നതാണ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് മുസ്ലിങ്ങൾ സ്വയം അവരുടെ സ്വന്തം രാഷ്ട്രീയ സംഘാടനം ആവശ്യമാണെന്നും അവർക്ക് ഒരുമിച്ചുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ ഹിന്ദുവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും മുക്തരായിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണ് എന്ന് അവർ വിശ്വസിക്കുകയും അങ്ങനെ മുസ്ലിങ്ങളുടേതായിട്ടുള്ളൊരു രാഷ്ട്രീയ രൂപീകരണമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മുക്തമായ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ധാക്കയിൽ വെച്ച് രൂപീകരിക്കുകയും ചെയ്തു 1906. ഇത്തരത്തിൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ ആരംഭിക്കുന്നത്. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇത്തരത്തിൽ കലുഷിതമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടപെടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അവർ മാത്രമല്ല അതിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രവിശ്യകൾ നൽകുന്നത് വഴി ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ കൂടുതൽ വളർത്തിയെടുക്കാമെന്നും അതുവഴി ഇന്ത്യൻ ഐക്യത്തെ തകർക്കാം എന്നുള്ള ഒരു നയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം മിൻറ്റോ മോർലി അവർ വൈസ്രോയിയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ആയിരുന്നു. ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും വൈസ്രോയിയും ആയിരുന്നു മിൻറ്റോ മോർലി എന്നീ ഭരണകർത്താക്കളുടെ നേതൃത്വത്തിലാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. കൂടുതൽ പ്രൊഫഷണൽ ക്ലാസ്സിനെ, ലാൻഡ് ലോഡ്സിനെ, മുസ്ലിംസിനെ, യൂറോപ്യൻ അതുപോലെ ഇന്ത്യൻ വ്യവസായികൾ ഇവർക്കൊക്കെ കൗൺസിലുകളിലേക്ക് പ്രത്യേക പ്രാതിനിധ്യം ഏർപ്പെടുത്തുക വഴി ഈ ഇന്ത്യയിൽ വളർന്നു വരുന്ന
ആളുകൾക്കിടയിലുള്ള ഡിവൈഡിനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം കൂടി അവർ നടത്തുന്നു. ലാൻഡ് ലോഡ്സ്, കർഷക തൊഴിലാളികൾ, അതുപോലെ വ്യവസായികൾ, സാധാരണ ആളുകൾ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ എന്ന തരത്തിലൊക്കെയുള്ള വിഭജനം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിട്ട് ഈ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളെ കാണാവുന്നതാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർന്നു വരുന്ന ഇതേ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള മുന്നേറ്റം, ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലും അല്ലാതെയും വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ ആ ഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമാണ് ഗദർ പാർട്ടി. ഈ ഗദർ പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആഗോള സംഘമായിരുന്നു. അവർ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു നടപ്പിലാക്കിയതെങ്കിലും ആഗോളതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കാർ സ്വതന്ത്രമാവണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന സംഘമായിരുന്നു. എന്നാൽ തുടർന്ന് ഇതിൽ പങ്കെടുത്ത ആളുകളെ പല കോൺസ്പിറസി കേസുകളിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ മുന്നേറ്റത്തിന് അവരുദ്ദേശിച്ച ഫലം പ്രത്യക്ഷത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും വലിയ തോതിൽ ഇന്ത്യൻ പ്രശ്നം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ മുന്നേറ്റം, ഗദർ പാർട്ടി ഉൾപ്പെടെയുള്ള ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന റവല്യൂഷണറി മൂവ്മെൻറ്റുകൾക്ക് സാധിച്ചു. അതുപോലെ ഐറിഷ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം പോലെ, ഐറിഷ് ഹോം റൂൾ മൂവ്മെൻറ്റ് പോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഘടിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വയംഭരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘമാണ് ഇന്ത്യൻ ഹോം റൂൾ ലീഗ്. ഇന്ത്യയിൽ ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യക്കാരുടെ ഒരു സംഘാടനമായിരുന്നു ഇന്ത്യൻ ഹോം റൂൾ ലീഗ്. അവർ ഇന്ത്യക്ക് സ്വയംഭരണമാണ് ഇന്ത്യക്ക് ആവശ്യമെന്നും തരത്തിൽ ഇന്ത്യക്കാരുടെ ഒരു ദേശീയ മുന്നേറ്റമായിട്ട് ഈ ഹോം റൂൾ ലീഗിനെ വളർത്തി കൊണ്ടുവരികയുണ്ടായി. ഇത് തുടർന്നാണ് ഈ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള കോൺഗ്രസ്സിനകത്ത് ഭിന്നിപ്പുണ്ടായിരുന്ന ഈ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ആയിട്ട് രണ്ടായി നിന്നിരുന്ന വിഭാഗത്തിന്, അത് എക്സ്ട്രീമിസ്റ്റിനെ കൂടുതൽ കോൺഫിഡൻസോടുകൂടി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വരാനും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതരാവാനുമുള്ള ഒരു സാഹചര്യം കൂടി ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തോടു കൂടി വളർന്നു വരികയുണ്ടായി. ഈ ഘട്ടത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള മധ്യ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളും സാധാരണ കർഷകരും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് വ്യത്യസ്ത സമരമുറകളിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് നടത്തിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ സാധാരണക്കാരായുള്ള ആളുകളെ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്ക് കൂടി മനസ്സിലാകുന്ന, അവരെ കൂടി ഉൾക്കൊള്ളുന്ന മുന്നേറ്റങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മാറുകയുണ്ടായി. പ്രധാനമായിട്ടും ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റുകയുണ്ടായി. അതിന് അവർ ദൈനംദിന കാര്യത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളും മറ്റും ഇത് കോൺഗ്രസിൻ്റെ ഭാഗമാക്കി, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കുകയുണ്ടായി. അതുവരെ ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന മധ്യ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്നതായി മാറി. സാധാരണക്കാരുടെ ചിഹ്നമായിട്ടുള്ള ചർക്ക, അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചർക്ക പോലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കി. അതുപോലെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി രാമരാജ്യം പോലുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടുതൽ ദേശീയ പ്രസ്ഥാനമായിട്ട് അടുപ്പിക്കുന്നത്. ഇത് അവരുടേത് കൂടിയാണ് ഈ മുന്നേറ്റം എന്ന ബോധ്യം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊണ്ടുവന്നതിൽ ഇത്തരം സിംബലുകൾ, ബിംബങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നത്, ഇത്തരം ബിംബങ്ങൾ ഈ മുന്നേറ്റങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ സാധിച്ചു.
കമ്മ്യൂണലായിട്ടുള്ള ഇലക്ട്രേറ്റുകളും വഴി പിന്നെ കൗൺസിലുകളിലേക്ക് കമ്മ്യൂണലായിട്ടുള്ള സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഒക്കെ വഴി ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലെ സാഹചര്യം വളരെ കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. ആ സാഹചര്യത്തിൽ ഈ ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് ഒന്നിപ്പിക്കുന്ന ഒരു ഇത്തരത്തിൽ 1916 ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലും തിലകൻ്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഐക്യ ശ്രമങ്ങളാണ് ഒരു പാക്റ്റിൻ്റെ രൂപത്തിൽ വരികയും അതിനെ ഒരു സന്ധിയുടെ രൂപത്തിലേക്ക് എത്തുകയും അതിന് ലക്നൗ പാക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ലക്നൗ പാക്റ്റ് വലിയ തോതിലുള്ള മോഡറേറ്റിൻ്റെയും എക്സ്ട്രീമിസ്റ്റിൻ്റെയും റാഡിക്കലായിട്ടുള്ള വിഭാഗങ്ങളുടെയും പുനരൈക്യത്തിന് കാരണമായി. അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിലും ഒരു ഐക്യമുണ്ടാക്കുന്നതിനും ഈ പാക്റ്റ് വളരെ പ്രധാനമായി പങ്കുവഹിച്ചു. ഇത്തരത്തിൽ ദേശീയ പ്രസ്ഥാനം വളർന്നു വരുന്നതും അതായത് ബ്രിട്ടീഷ് കൺസോളിഡേഷനും അതിനെ തുടർന്ന് ഇന്ത്യയിൽ വളർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനവുമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയിലെ വിവിധ വിഭാഗം ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു ഐക്യ രൂപം ഉണ്ടാക്കുകയും അവർ സമരത്തിൽ ഏർപ്പെടുകയും ആ തരത്തിൽ ഒരു ഇന്ത്യ എന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെടുകയും രാഷ്ട്രസങ്കല്പം ആളുകളുടെ ഉള്ളിൽ നിർമ്മിക്കപ്പെടുകയും ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ദേശീയ സമരത്തിൽ ഇന്ത്യയിലെ വിവിധ വിഭാഗം ആളുകൾ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത്. താങ്ക് യു ആൾ.